മഴത്തോരു മുംബൈയിലാണെങ്കിൽ റീത്തയെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ റീത്തയാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ. സ്റ്റാലിനെയും ഭാര്യയെയും മക്കളെയും തമ്മിൽ നല്ല രീതിയിൽ തന്നെ വേർപിരിച്ചത് നമ്മുടെ റീത്തയാണ് എന്ന് കാണാൻ സാധിക്കും. കൂടാതെ തന്നെയാണെങ്കിൽ റീത്ത തന്നെയാണ് എല്ലാവരെയും തമ്മിൽ തല്ലിക്കാനായിട്ട് ശ്രമിച്ചത് എന്നും കാണാൻ സാധിക്കും. റീത്തയുടെ മനസ്സ് പോകെ പോകെ സ്വത്തിനോട് ആർത്തി മൂക്കുന്നതാണ് കാണാൻ കഴിയുക. ഒരുപാട് പൊരുതി നോക്കുന്നുണ്ട് നമ്മുടെ അലീനയെ പുറത്താക്കാനായിട്ട്. പക്ഷേ അതത്ര വിജയിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അലീനയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റീത്തയ്ക്കും, കൂടാതെ തന്നെയാണെങ്കിൽ റീത്തയുടെ കൂടെ വരുന്ന സഹോദരങ്ങൾക്കും വാക്കുകൊണ്ട് നല്ലത് കൊടുക്കുന്നുണ്ടെന്ന് കാണാം. അങ്ങനെ അവർ ഒരു കാര്യം ആലോചിച്ചുറപ്പിക്കുന്നുണ്ട്. എന്തായാലും അവർ തീരുമാനിച്ചു വയ്ക്കുകയാണ് തങ്ങൾക്ക് അലീനയെ പുറത്താക്കാൻ സാധിക്കില്ല എന്ന്. കാരണം അത് അവരുടെ അപ്പൻ്റെ വീടാണ്. അതുകൊണ്ട് തന്നെ അവൾക്കവിടെ നിലയുറപ്പിക്കാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് റീത്ത മനസ്സിലാക്കുന്നു. തുടർന്നാണെങ്കിൽ നമ്മുടെ അലീനയെ എങ്ങനെയെങ്കിലും തുരത്തണമെന്ന് ചിന്തിക്കുകയാണ് റീത്ത എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. റീത്തയുടെ മനസ്സ് മുഴുവൻ അലീനയോടുള്ള വിദ്വേഷവും പകയുമാണ് എന്ന് കാണാനായിട്ട് കഴിയും. പക്ഷേ എങ്ങനെ, ഏത് മുഖേന അലീനയെ തുരത്താനായിട്ട് സാധിക്കുമെന്ന് ചിന്തിച്ച് കൊണ്ടിരിക്കെ നമ്മുടെ റീത്തയുടെ മുൻപിലേക്ക് സഹോദരങ്ങളുടെ മക്കളുടെ, അതായത് സ്റ്റാലിയുടെ മക്കളുടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അലീനയെ തുരത്താനൊരു ശ്രമം നടത്തിയാലോ എന്ന് ചിന്തിച്ചു നോക്കുകയാണ് റീത്ത എന്ന് കാണാം. അതായത് അലീനയെ തുരത്തണമെങ്കിൽ, രക്തത്തെ ഓട്ടിക്കണമെങ്കിൽ രക്തത്തെ തന്നെ ഇറക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു റീത്തയെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അങ്ങനെ നമ്മുടെ റീത്തയാണെങ്കിൽ എൽസമ്മയോടുകൂടി ആലോചിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട്, നീയും മക്കളും കുറച്ച് നാൾ സ്റ്റാലിൻ്റെ അടുത്ത് പോയി നിൽക്കണം. സ്റ്റാലിൻ്റെ അടുത്ത് പോയി നിന്ന് നിങ്ങൾ അവളെ ഓടിക്കാനായിട്ട് ഉള്ള പരിപാടി നോക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് റീത്ത ചോദിക്കുകയാണ്. അത് പിന്നെ വേറെ ഒന്നുമല്ല, നിങ്ങൾ അലീനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം, അവളോട് യുദ്ധം ചെയ്യണം, അവളെ വേദനിപ്പിക്കണം, അങ്ങനെ അവളെ ഓട്ടിപ്പിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കാണാൻ സാധിക്കുന്നു. ഇതേ സമയം എൽസമ്മേ, നീ ഇങ്ങനെ മാറിയെന്നാൽ, നിൻ്റെ മക്കളിങ്ങനെ മാറിയെന്നാൽ ഒന്നും തന്നെ ഇവിടെ മാറാനായിട്ട് പോകുന്നില്ല എന്നും, നിങ്ങൾ കളത്തിലിറങ്ങിയില്ല എങ്കിൽ നിങ്ങൾക്ക് കാലണ ലഭിക്കില്ല എന്നും റീത്ത തെറ്റിദ്ധാരണ അവരുടെ മനസ്സിൽ പരത്തുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മ പറയുന്നുണ്ട്, ചേച്ചി പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ പോകാമെന്ന് പറയുന്നത് കാണാൻ കഴിയും. അതായത് നമ്മുടെ അലീനയ്ക്കെതിരെ
ചോരയെ തന്നെ ഇറക്കുകയാണ് റീത്ത എന്ന് കാണാം. പക്ഷേ അത് റീത്തയ്ക്ക് തന്നെ വലിയ വിനയായി മാറുകയാണ് എന്നും കാണാൻ സാധിക്കും. അതായത് അലീനയ്ക്ക് സ്റ്റാൻലി പപ്പയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കൂടാതെ തന്നെയാണെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും ഒരു കിടിലൻ അവസരമാണ് അവരുടെ മുൻപിൽ വന്ന് കിടക്കുന്നത്. അതായത് അലീനയ്ക്കാണെങ്കിൽ എൽസമ്മ എന്ന് പറയുന്ന സ്റ്റാൻലി പപ്പയുടെ ഭാര്യയെയും സഹോദരങ്ങളെയും കിട്ടണമെന്നുണ്ട്. അത് വേറെ ഒന്നിനും അല്ല കേട്ടോ. അതായത് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ അവരോട് സംസാരിക്കണം. കാരണം തൻ്റെ പപ്പയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. ആഗ്രഹം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. സ്റ്റാൻലിക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും ഒരുപാട് ഇഷ്ടം തന്നെയാണ്. അവരെ ലഭിക്കാതെ അവരെ ഇങ്ങനെ മാറ്റി നിർത്തിയതിലൂടെയൊക്കെ തന്നെ സ്റ്റാൻലിന് നല്ല സങ്കടമൊക്കെ ഉണ്ട് എന്ന് കാണാൻ കഴിയൂട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ആണെങ്കിൽ അവരോട് നമ്മുടെ അലീനയുടെ അടുത്ത് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ആരെ, നമ്മുടെ ഇവളെ, തൻ്റെ മക്കളെ. പക്ഷേ മക്കളാണെങ്കിൽ ആ എൽസമ്മയുടെയും റീത്തയുടെയും വാക്ക് കേൾക്കുള്ളൂ. റീത്തയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് മനസ്സെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് ചെയ്യണം എന്നൊന്നും ഒരിത്തും പിടിയില്ല എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്നും എല്ലാത്തിനും ഞാൻ പരിഹാരം കണ്ടുകൊള്ളാമെന്നും പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയാണെങ്കിൽ എൽസമ്മയെ കൊണ്ടുവിടുകയാണ്, കൂടെ മക്കളെയും. ഒടുവിൽ അത് അലീനയ്ക്ക് വീണ് കിട്ടിയ ഒരു അവസരമാകുന്നു. എൽസമ്മയുടെ മനസ്സിലുള്ള പപ്പയുമായിട്ട് മാറി താമസിക്കാനുള്ള കാരണവും എല്ലാം എൽസമ്മയിൽ നിന്നും അലീന മനസ്സിലാക്കുകയും തുടർന്ന് കാരണങ്ങളൊക്കെ തിരിച്ചറിയുന്നതും അതിനെല്ലാത്തിനും കാരണം, അതായത് നമ്മുടെ അലീനയുടെ അടുത്ത് കാരണമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അലീന പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നിങ്ങളുടെ ചേച്ചിയാണ്, നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി തരാം, നിങ്ങൾ അധികം വൈകാതെ തന്നെ അത് തിരിച്ചറിയുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്